അതിൽ കൂടുതലൊന്നും എന്തെങ്കിലും പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ നമ്മുടെ ഹരിപ്പാടിനെ പറ്റി ആശങ്കയുള്ളവരാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും. നിങ്ങളാണ് ഈ ഹരിപ്പാടിന്റെ മുഖങ്ങളാണ്. തീർച്ചയായും ഹരിപ്പാടിന്റെ ജനതയിൽ നല്ല സ്വാധീനവും ഹരിപ്പാടിന്റെ പ്രമുഖങ്ങളായ വ്യക്തികളും എന്ന നിലയിൽ നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന മാറ്റം അത് ഹരിപ്പാടിന്റെ ജനങ്ങൾക്കിടയിൽ പ്രതിഫലിക്കുമെന്ന കാര്യം ഉറപ്പാണ്. നമ്മുടെ നാടിനെ കഴിഞ്ഞ കുറെ കാലങ്ങളായി ഈ നിലവിലുള്ള MLA ആണ് പ്രതിനിധീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കഴിവുകളെ പറ്റി, അദ്ദേഹത്തിന്റെ മഹത്വത്തെ പറ്റിയൊന്നും നമുക്ക് എതിരഭിപ്രായമോ അദ്ദേഹത്തെ വ്യക്തിപരമായി ഇകഴ്ത്താനോ ഒന്നും നമ്മൾ തയ്യാറാണ്. പക്ഷെ നാം ഒരു കാര്യം ചിന്തിക്കണം. 26-ാം വയസ്സിൽ അദ്ദേഹം നിങ്ങളുടെ മുൻപിലേക്ക് കടന്നു വരുമ്പോൾ അദ്ദേഹം വെറും ഒരു KSU നേതാവായി. അതിനുശേഷം അദ്ദേഹം യൂത്ത് കോൺഗ്രസ് നേതാവായി, കോൺഗ്രസ് നേതാവായി, പ്രതിപക്ഷ നേതാവായി, ആഭ്യന്തരമന്ത്രിയായി, അഖിലേന്ത്യാ നേതാവായി, പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി. പലവിധങ്ങളായ അദ്ദേഹത്തിന്റെ കരിയർ ഗ്രോത്ത് ഈ ഹരിപ്പാടിന്റെ മണ്ണിൽ ചൂടുറപ്പിച്ചു നിന്നുകൊണ്ട് ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന പലരും നൽകിയ പിന്തുണയുടെ അടിസ്ഥാനത്തിലാണ്. പക്ഷെ എന്താണ് ഹരിപ്പാടിന് മാത്രം തിരികെ കിട്ടിയത് എന്ന ഒരു ചോദ്യം അപ്പോഴും വളരെ പ്രസക്തമാണ്. അദ്ദേഹത്തിന്റെ കരിയറിലെ വലിയ വലിയ പടവുകൾ ചവിട്ടി കയറി അദ്ദേഹം വലിയ നേതാവായി. പക്ഷെ ഹരിപ്പാടിന്റെ ജനങ്ങളെ പറ്റി നോക്കൂ നിങ്ങൾ. ഇന്ന് നമുക്ക് കുടിവെള്ളം എന്നുള്ളത് കിട്ടാക്കരിയാണ്. ഇവിടെ മാഡം പറഞ്ഞതുപോലെ നമ്മുടെ നാടിന്റെ അടിസ്ഥാന ആവശ്യങ്ങളെ പോലും ഇന്ന് വികസനം എന്ന പേരിട്ട് വിളിക്കുന്നു എന്നത് വളരെ ഒരു പരിതാപകരമായ അവസ്ഥയാണ്. ഒരു നാടിന് കുടിവെള്ളം കൊടുക്കുന്നത് വികസനമാകുമോ എന്നതാണ് പരമപ്രധാനമായ ചോദ്യം. അതൊരു പ്രാഥമികമായി ഉണ്ടാകേണ്ട ഏതൊരു ജനിച്ചു വീഴുന്ന, മാഡം പറഞ്ഞതുപോലെ ഒരു ചെടി മുതൽ മനുഷ്യൻ വരെയുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ആവശ്യം ഉണ്ടാകേണ്ട വസ്തുവാണ് കുടിവെള്ളം എന്നുള്ളത്. അത് തരുന്നത് പോലും എന്തോ ഔദാര്യമാണ്, വികസനമാണ് എന്ന മട്ടിലാണ് ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നത്. ഒരിടത്തിൽ പുഴയുണ്ടായാൽ പാലമുണ്ടാവുക എന്നത് സ്വാഭാവികമായ നടപടിക്രമമാണ്. അതും ഇവിടെ വികസനമാണ്. മനുഷ്യന് സഞ്ചരിക്കാൻ മികച്ച റോഡുകൾ അടിസ്ഥാനപരമായ ആവശ്യമാണ്. അപ്പൊ ഇതിനെയൊക്കെ വികസനം എന്ന് പേരിട്ട് വിളിക്കുകയാണ്. പക്ഷെ ഹരിപ്പാടിനെ സംബന്ധിച്ച് ഗതികേടെന്ന് പറയേണ്ട അടിസ്ഥാന ആവശ്യങ്ങൾ പോലും ഇവിടെ ഇല്ല. നമുക്കറിയാം കുടിവെള്ള പദ്ധതിയുടെ കാര്യം. പള്ളിപ്പാട് കേന്ദ്രീകരിച്ച് ഒരു വലിയ വാട്ടർ ടാങ്ക് പണിതിട്ടിട്ട് ഏകദേശം 10-16 വർഷമായി. നമ്മള് വേഴാമ്പലിനെ പോലെ ഹരിപ്പാട് ജനത കാത്തിരിക്കുകയാണ്. എന്നാണ് ആ പദ്ധതിയിൽ കൂടി അല്പം വെള്ളം കിട്ടുന്നത്. നാളിതുവരെ ഉണ്ടായിട്ടില്ല. ഇനി ഞാൻ മനസ്സിലാക്കുന്നത് ഇനി 5-6 വർഷം കഴിഞ്ഞാൽ പോലും അത് പ്രവർത്തന സജ്ജമാകുമെന്ന് തോന്നുന്നില്ല. നമ്മുടെ റോഡുകളുടെ അവസ്ഥയല്ല. സത്യത്തില് സംഘടനാ യാത്രയുടെ ഭാഗമായി ഹരിപ്പാട് കാറിലൊക്കെ യാത്ര ചെയ്യുമായിരുന്നെങ്കിൽ കഴിഞ്ഞ 3 ദിവസമായി രഥത്തെ കയറിപ്പോയി എനിക്ക് പനങ്ങാൻ വയ്യാത്ത അവസ്ഥയായി. സകല ജോയിന്റുകളും ഇളകി. നമ്മുടെ വാഹനം 3-4 തവണയാണ് റിപ്പയറിന് കയറ്റിയത്. കാരണം റോഡെന്നുള്ള സങ്കല്പം പോലുമില്ല. സത്യത്തില് ഇങ്ങനെ ഒരു സ്ഥലം എങ്ങനെയാണ് അദ്ദേഹത്തിന് ഇവിടെ 25 വർഷം ജനപ്രതിയായി ഇരിക്കാൻ സാധിച്ചത് എന്നത് അതിശയമായിരിക്കുന്നു. റോഡെന്നുള്ള സങ്കല്പം എവിടെയുമില്ല, കുടിവെള്ളമില്ല. ഞാൻ ആശുപത്രിയുടെ സംവിധാനം, അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണമില്ലായ്മയുടെ 2 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഒന്ന്, നമ്മുടെ നാരകത്തറയിലെ ബൈപ്പാസ്. നമുക്കറിയാം ഇപ്പൊ ഇവിടെ നടക്കുന്ന പദ്ധതി ദേശീയപാതയുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയാണ്. അപ്പൊ ഒരു നാഷണൽ ഹൈവേ വികസിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചാൽ അതിന്റെ അലൈൻമെന്റ് എന്തായിരിക്കും? ജില്ലാ കളക്ടർക്കും MP-ക്കും MLA-ക്കും തഹസിൽദാരും അടക്കമുള്ള ഓഫീസുകളിലേക്കാണ്. സ്വാഭാവികമായും സെൻട്രൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്ക് അറിയില്ല എവിടെയൊക്കെ ഇതിന് അപ്രോച്ച് റോഡ് വേണം, എവിടെയൊക്കെ ഫ്ലൈ ഓവറുകൾ വേണം, അണ്ടർപാസ് എവിടെയാണ്. അവർക്കൊരു ജനറൽ കാര്യങ്ങളെ അറിയുള്ളൂ. പക്ഷെ നമുക്കറിയാം ഒരു പ്ലാൻ വന്നാൽ എത്രയോ മാറ്റങ്ങൾ ജനങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ദേശീയപാതയിൽ മാറ്റം വരണം. നാരകത്തറയിലെ അടിപ്പാത എന്നുള്ളത് നാച്ചുറലായി സംഭവിക്കേണ്ട ഒരു കാര്യമായിരുന്നു. പക്ഷെ നിങ്ങൾ നോക്കൂ, വേലായുധ സ്വാമിയുടെ ആറാട്ട് കടന്നു പോകേണ്ട വഴിയാണ്. അപ്പുറത്ത് കുമാരപുരവും കരിവാറ്റയും തൃക്കുന്നപ്പുഴയും ആറാട്ടുപുഴയുമുള്ള പഞ്ചായത്തുകളെ നമ്മളുടെ മെയിൻ ലാൻഡുമായി ബന്ധിപ്പിക്കാനുള്ള ഒരു വഴി കൂടിയാണ്. അവിടെ ഒരു അണ്ടർപാസ് വേണമെന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ആസൂത്രണം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലായിരിക്കും, എന്തായാലും നമുക്കറിയില്ല. അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായില്ല. നമ്മുടെ മണ്ഡലാധ്യക്ഷ സുമേഷ് ഇവിടെ ഇരിപ്പുണ്ട്. കുമാരപുരത്തിൽ അദ്ദേഹം കുമാരപുരംകാരൻ കൂടിയാണ്.
കുമാരപുരത്തെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരെ ഹൈവേയുടെ ആക്ഷൻ കമ്മിറ്റിയുടെ ചിലരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അവരെല്ലാവരും കൂടെ ചേർന്ന് നടത്തിയ ഒരു പ്രയത്നം ജില്ലാ അധ്യക്ഷ നിലയിൽ എനിക്ക് ആ നിവേദനം തരികയും ഞാൻ പറയുന്നത് BJP സംസ്ഥാന ഘടകത്തിന് ഇതുമായി ബന്ധപ്പെട്ട് ഒരു 10 ലക്ഷം രൂപ ചെലവായിട്ടുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് ഒരു 5-6 തവണ ദില്ലി യാത്ര തന്നെ വേണ്ടി വന്നു ഈ ഒരു ആവശ്യത്തിന് വേണ്ടി. കാരണം ഒരു ഫൈനൽ അപ്രൂവലായ ഒരു പ്ലാനിൽ മാറ്റം വരുത്തുക എന്നുള്ളത് വലിയ ഒരു ഹെർക്കൂലിയൻ ടാസ്കാണ്. അത് നമ്മളുടെ സംസ്ഥാന അധ്യക്ഷൻ ഏറ്റെടുത്തു. നമ്മുടെ ദേശീയ നിർവാഹക സമിതി കൃഷ്ണദാസ് ജി, ഇവര് രണ്ടുപേരും ഞാനുമായി നടത്തിയ ഇടപാടുകൾ എത്രയോ നാളുകൾ നീണ്ടു നിന്നിട്ടാണ് നമുക്ക് നാരകത്തറയിൽ ഒരു അടിപ്പാട് നമുക്ക് അനുവദിച്ച് കിട്ടിയതെന്ന് നിങ്ങൾക്കറിയാം. രണ്ടാമത്തെ ഉദാഹരണം ഇപ്പോ ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയുടെ മുൻപിലേക്ക് വരുന്ന ഫ്ലൈ ഓവർ. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ഇപ്പോഴത്തെ പ്ലാൻ മുഖാന്തരം അവിടെ ഒരു ഫ്ലൈ ഓവർ വന്നാൽ നമുക്ക് ഒരാൾക്കും താലൂക്ക് ആശുപത്രി പോകാൻ പറ്റില്ല. നമുക്ക് ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിലേക്ക് ഒരു ആംബുലൻസോ വാഹനമോ കയറണമെങ്കിൽ ഒരുപക്ഷെ മാധവ ജംഗ്ഷനിൽ ചെന്ന് U-ടേൺ അടിച്ചു വരേണ്ടി വരും. സത്യത്തിൽ ഒരു 2 പില്ലർ കൂടി മുൻപോട്ടേക്ക് തള്ളിയിട്ടാൽ വടക്കേ ഭാഗത്തേക്ക് 2 പില്ലർ കൂടി അധികം വന്നാൽ അതിനടിയിൽ കൂടെ നമുക്ക് ആശുപത്രിയിലേക്ക് കയറാം. പക്ഷെ ഇപ്പോ വരുന്ന പ്ലാൻ അനുസരിച്ച് താലൂക്ക് ആശുപത്രിയുടെ മുൻപിൽ പില്ലർ തീരുകയാണ്. പിന്നെ വരുന്നത് അപ്രോച്ച് റോഡാണ്. ആ അപ്രോച്ച് റോഡ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, 2 വശത്തും മതിൽ കെട്ടിയതുപോലെയാണ് അപ്രോച്ച് റോഡ് വരിക. ഒരു മനുഷ്യന് അപ്പുറം പോകാൻ പറ്റില്ല. ഞാൻ പറഞ്ഞത് ഇതൊക്കെയല്ലേ ഒരു ജനപ്രതിനിധിയുടെ ചുമതല? എവിടെയായിരുന്നു ഇദ്ദേഹം? നമ്മൾ പറയുമ്പോൾ ഇതൊക്കെ രാഷ്ട്രീയമായിട്ട് തോന്നാം, പക്ഷെ അദ്ദേഹത്തിന്റെ ചുമതല നിർവഹിക്കുന്നതിൽ അമ്പയെ പരാജയപ്പെട്ടു എന്നതിന് ഇതിലും വലിയ ഉദാഹരണമാണ്. ഈ 2 ഉദാഹരണം നോക്കിയാൽ മതി. അദ്ദേഹത്തിന് ഹരിപ്പാടിനെ പറ്റി കൺസേണേ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഹരിപ്പാട് അദ്ദേഹത്തിന്റെ ദൃഷ്ടിയിലേ ഇല്ലായിരുന്നു എന്ന് മനസ്സിലാക്കാൻ. ബാക്കി കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. താലൂക്ക് ആശുപത്രിയുടെ അവസ്ഥ കേരളത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന താലൂക്ക് ആശുപത്രികൾ ഒരെണ്ണമാണ്. തുടങ്ങിയ സ്ഥലത്ത് നിൽക്കുകയാണ് അല്ലെ. 2 മനുഷ്യര് നമ്മുടെ ഡയാലിസിസ് യൂണിറ്റിൽ നിന്നും ഇൻഫെക്ഷനായി മരിച്ചു പോയിട്ട് 3 മാസമായിട്ടുള്ളൂ. എവിടെ എന്തായിരുന്നു അന്ന് MLA ഒഴുക്കിയ മുതലക്കണ്ടിയിൽ? അത് വലിയ പ്രസ്താവനകളായിരുന്നു. ആരോഗ്യവകുപ്പിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് MLA നെടുങ്കൻ പ്രസംഗങ്ങളൊക്കെ നടത്തി. അന്ന് ഹരിപ്പാട്ടെ ജനങ്ങൾക്ക് അദ്ദേഹം കൊടുത്തൊരു വാഗ്ദാനമുണ്ട്, ഇത് ഉന്നത മെഡിക്കൽ ടീം അന്വേഷിക്കും, അവർക്ക് കോമ്പൻസേഷൻ കൊടുക്കും. എവിടെ കോമ്പൻസേഷൻ കൊടുത്തില്ല, ഉന്നതതല സംഭവമില്ല, അന്വേഷണ റിപ്പോർട്ടുമില്ല. ആ ഡയാലിസിസ് യൂണിറ്റ് ഇന്നും അടഞ്ഞു തന്നെ. അപ്പൊ ഇതൊക്കെയാണ് ഒരു മനുഷ്യന്റെ പ്രാഥമികമായ ആവശ്യങ്ങളാണ്. ഇതിനൊന്നും വികസനം എന്ന് പറയാൻ പറ്റില്ല. ഇതിനും അപ്പുറത്തേക്കാണ് വികസനം. വരുന്ന തലമുറയ്ക്ക് ഹരിപ്പാടുമായി ഒരു പൊക്കിൾക്കുടി ബന്ധം ഉണ്ടാകാൻ, ഈ നമ്മുടെ കുഞ്ഞുങ്ങൾ ഹരിപ്പാട്ട് വളർന്നു വരാൻ എന്ത് ഫെസിലിറ്റിയാണ് അദ്ദേഹം ഒരുക്കിയിട്ടുള്ളത്? നല്ലൊരു കോളേജ് ഉണ്ടോ ഹരിപ്പാടിന്? പക്ഷെ TKM കോളേജ് തുടങ്ങിയിട്ട് എനിക്കൊന്ന് 70 വർഷമായി, 68 വർഷം കഴിഞ്ഞു TKM കോളേജ്. ആ കോളേജ് അല്ലാതെ ഹരിപ്പാട് എന്താണ് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഉള്ളത്? ഒരു ഹരിപ്പാടിന് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങാൻ എന്തെങ്കിലും പോരായ്മയുള്ള സ്ഥലമാണോ? എത്രയോ മഹാന്മാര് ജനിച്ചു വളർന്ന ഒരു മണ്ണാണിത്. ഒരു നല്ലൊരു കോളേജ്, ഒരു ആർട്സ് കോളേജാണ് ഇവിടെ ആകെയുള്ളത്. ഒരു എഞ്ചിനീയറിംഗ് കോളേജോ ഒരു മെഡിക്കൽ കോളേജോ ഒരു പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനം ഹരിപ്പാട് ഇല്ല. എന്തിനു പറയുന്നു? നിങ്ങൾക്ക് എത്രയോ പ്രായമായ നമ്മളുടെ സീനിയർ സിറ്റിസൺ, അവർക്ക് വൈകുന്നേരങ്ങൾ ചിലവഴിക്കാൻ ഒരു പാർക്ക്, അങ്ങനെ ഇല്ലാത്തൊരു നഗരമുണ്ടോ? സത്യത്തിൽ നമ്മൾ ചിന്തിച്ചു നോക്കിയോ? ഇവിടെ മോഹൻലാല് മുൻകൈ എടുത്തിട്ടുള്ള ആശീർവാദ സിനിമാസ് വന്നില്ലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു? നമുക്കൊരു സിനിമ കാണണമെങ്കിൽ എറണാകുളത്ത് പോകേണ്ട ഗതികേടാണ് ഹരിപ്പാട്ടിൽ. അപ്പൊ ആലോചിച്ചു നോക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഇതെല്ലാം അല്ലേ, ഇതൊക്കെ ഒരു പ്ലാനിങ്ങിന്റെ ഭാഗമല്ലേ? നിങ്ങളൊരു KSRTC ബസ് സ്റ്റേഷൻ പണിതിരിക്കുന്നത് എത്ര കോടി രൂപ ചെലവഴിച്ചത്? ആർക്കാണ് പ്രയോജനം? ആ KSRTC ബസ് സ്റ്റേഷൻ കൊണ്ട് ആർക്കെങ്കിലും പ്രയോജനമുണ്ട്? അത് പണിത് കോൺട്രാക്ടർക്കല്ലാതെ പിന്നെ അതിനകത്ത് കമ്മീഷൻ മേടിച്ചിട്ടുള്ളവർക്കും അല്ലെ? അവിടെ ഒരു മൂത്രം ഒഴിക്കാൻ, കഴിഞ്ഞ ദിവസം ഞാനൊരു ചാനൽ ചർച്ച പറഞ്ഞതുപോലെ അവിടെ ഒരു മൂത്രം ഒഴിക്കാൻ സ്ഥലമുണ്ടോ? കാരണം കുടിവെള്ളം ഇല്ലാത്തതുകൊണ്ട് ഹരിപ്പാട്ടുകാർ മൂത്രം ഒഴിക്കേണ്ടെന്ന് MLA-യുടെ ലൈൻ. കുടിവെള്ളവും ഇല്ല, മൂത്രം ഒഴിക്കില്ല അല്ലെ? ഇങ്ങനെ പോലും ചെയ്യാൻ സാധിക്കാതെ നമ്മൾ പറയില്ലേ, ടേക്കൺ ഫോർ ഗ്രാൻഡഡ്. ഹരിപ്പാട്ടെ നാട്ടുകാർ എനിക്ക് എന്നും വോട്ട് ചെയ്യും, ഞാൻ എന്തോ വലിയ തമ്പുരാനും നിങ്ങളൊക്കെ എനിക്ക് വോട്ടി കുത്താൻ വിധിക്കപ്പെട്ടവരും. ഈ ഒരു അവസ്ഥ ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ട്. അതിനെതിരെയാണ് ഇത്തവണത്തെ നമ്മുടെ പോരാട്ടം. കാരണം ഇത് ഹരിപ്പാടിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം, ഇതിനകത്ത് ഒരു രാഷ്ട്രീയവുമില്ല. ഞാൻ അതേപോലെ ഒരു പോയിന്റോടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. കടലാക്രമണം. അതിന്റെ തീരദേശവാദിയിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് വിഷമമാണ് വരിക. കടലാക്രമണം തടയാൻ ഒരു MLA-ക്ക് ഒരു പ്രധാനമന്ത്രിക്കും പറ്റില്ല, നമുക്കറിയാം. എവറി സീസൺ അത് ഉണ്ടാകും, നമുക്കറിയാം. വേണ്ട ഡേറ്റ് വരെ പറയാൻ പറ്റും. ഇന്ന്
നമ്മളുടെ ഉപഗ്രഹ സംവിധാനങ്ങൾ, ഇത്രയേറെ നമ്മുടെ കാലാവസ്ഥാ നിരീക്ഷണം എന്നുള്ളത് ലോകത്തിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്രഡിക്ഷൻ സെന്റർ ഉള്ളത് ഇന്ത്യക്കാണ്. അത്രയേറെ നമ്മുടെ ഉപഗ്രഹ സാങ്കേതിക വിദ്യ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു നാടാണ്. അപ്പൊ കടലാക്രമണം എന്നുണ്ടാകും, വേലിയേറ്റം എന്നുണ്ടാകും എന്ന് പറയാൻ തക്ക ശേഷി ഇന്ന് രാഷ്ട്രത്തിനുണ്ട്. പക്ഷെ എന്താ ചെയ്യുന്നത്? കടലാക്രമണം വന്ന് ജനങ്ങളുടെ വീട് മുഴുവൻ തകർന്നു പോയി 4-5 പേരെ കാണാതായി കഴിയുമ്പോൾ അവരുടെ ബോഡി കിട്ടുമ്പോൾ MLA ഓടി വരും, കെട്ടിപ്പിടിക്കും, കരയും, ചിരിക്കും, ഫോട്ടോ എടുക്കും, പത്രത്തിൽ ഫോട്ടോ വന്നു, MLA ഹാപ്പി. ഇതിന് MLA ആവശ്യമില്ല. എന്താണ് അടുത്ത 6 മാസത്തിനുള്ളിൽ കടലാക്രമണം ഇവിടെ ഉണ്ടാകും. എന്താണ് ഈ ജനങ്ങളെ സംരക്ഷിക്കാൻ ചെയ്ത നടപടി? എന്താ? ഒരു കടൽ ഭിത്തി കിട്ടാൻ എത്ര വർഷമായി? ഇപ്പൊ ഞാൻ തീരദേശം കാണുന്നതാണ്, വലിയ ബോർഡുകളാണ്. 500 കോടി രൂപ അനുവദിച്ചു പോലും. 500 കോടി അനുവദിച്ചെങ്കിൽ എവിടെയെങ്കിലും കാണണ്ടേ? അപ്പൊ ഇത് തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടുകളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു മാസ്റ്റേഴ്സ് എടുത്തുള്ള ഒരാളാണ്. തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടിന്റെ കാര്യത്തിൽ അപ്പൊ അത് കൃത്യമായി നടക്കുന്നുണ്ട്. ഇത് ഇക്കാര്യങ്ങൾ നമുക്ക് ഇത്തവണ ചോദ്യം ചെയ്തേ മതിയാവുകയുള്ളൂ. ഇത്തരം നിരവധി കാര്യങ്ങൾ. ഒരു പാലത്തിന്റെ കാര്യം വന്നാൽ നമുക്കറിയാം, ഈ ഇപ്പോഴും തൃക്കുന്നപ്പുഴ, ആറാട്ടുപുഴ പഞ്ചായത്തുകളെ നമ്മളുടെ മെയിൻ ലാൻഡുമായി ബന്ധിപ്പിക്കാൻ 2 പാലങ്ങളേ ഉള്ളൂ, അല്ലെ? ഒരു സുനാമി ആഞ്ഞടിച്ച പ്രദേശമാണ്. ഞാൻ ആ സുനാമിയില് 2 ആഴ്ചക്കാലം ആ പ്രദേശത്ത് സേവാപ്രവർത്തനത്തിന് പോയ ഒരാളാണ്, സേവാഭാരതിയോടൊപ്പം. തൃക്കുന്നപ്പുഴ, ആറാട്ടുപുഴ പഞ്ചായത്തുകൾക്ക് ഒരു അത്യാപത്തുണ്ടായാൽ അവർ എവിടേക്ക് ഓടും? അവരെങ്ങനെ കരയിലേക്ക് വരും? ഇതൊക്കെയല്ലേ ഒരു ജനപ്രതിനിധിയുടെ ആസൂത്രണം എന്ന് പറയുന്നത്? ഈ ആറാട്ടുപുഴ നിൽക്കുന്ന പ്രദേശം ധാരാളം മത്സ്യബന്ധനം നടക്കുന്ന ഒരു മേഖലയാണ്. അവര് പിടിക്കുന്ന മത്സ്യം എവിടെ സംഭരിക്കും? എങ്ങനെ സംസ്കരിക്കും? റീറ്റെയിൽ മാർക്കറ്റിൽ അവർക്ക് റോഡിൽ നിരത്തിയിട്ട് വിൽക്കുകയാണ് പിടിക്കുന്ന മീൻ. എങ്ങനെയെങ്കിലും ഒഴിവാക്കി കൊടുക്കണം. ഇങ്ങനെയൊക്കെയുള്ള ദീർഘകാല അടിസ്ഥാനത്തിലേക്കുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തതിൽ അമ്പേ പരാജയപ്പെട്ടിരിക്കുന്നു നമ്മുടെ ജനപ്രതിനിധി. അതുകൊണ്ട് ദയവിച്ച് ഇത്തവണ നമുക്ക് ഒരു മാറ്റം, നമ്മുടെ മാറ്റം എന്ന് പറയുന്ന എല്ലാ അർത്ഥത്തിലുമാണ്. കേവലം രാഷ്ട്രീയ മാറ്റമല്ല. രാഷ്ട്രീയ മാറ്റത്തിലൂടെ ഉണ്ടാകുന്നത് തലമുറ മാറ്റമാണ്. തലമുറ മാറ്റത്തിലൂടെ ഉണ്ടാകുന്നത് ചിന്തയിലും ആശയത്തിലുമുള്ള മാറ്റമാണ്. ആ ഒരു മാറ്റം ഉണ്ടായാൽ മാത്രമേ ഹരിപ്പാടിന് ഒരു വികസനം എന്ന് പറയുമ്പോൾ മുമ്പ് പറഞ്ഞത് കെട്ടിടം പണിയുന്നതല്ല വികസനം. വികസനം എന്നുള്ളത് വലിയ തലങ്ങളുള്ള ഒരു പദമാണ്. അപ്പൊ യഥാർത്ഥ വികസനം, ദ റിയൽ ചേഞ്ച് എന്താണ് എന്ന് ഹരിപ്പാടിന് മനസ്സിലാക്കി കൊടുക്കാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എനിക്കൊരു അവസരം തരണമെന്നാണ് ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുക. ഞാൻ എല്ലാവരോടും പറയുന്നൊരു കാര്യമുണ്ട്, എനിക്ക് ഒരവസരമേ എനിക്കും തരാവൂ. ആദ്യ അവസരത്തിൽ ഞാൻ പരാജയപ്പെട്ടാൽ 2ാമത്തെ അവസരം നിങ്ങൾ എനിക്ക് തരരുത്, എന്നെയും തോൽപ്പിക്കണം എന്ന ഒരു ബ്ലാങ്ക് ചെക്കാണ് നമ്മൾ ജനങ്ങളുടെ മുൻപാകെ വെക്കുന്നത്. ആ ഒരു അർത്ഥത്തിൽ ഇത്തവണ ഒരു യഥാർത്ഥ മാറ്റം ഉണ്ടാക്കാൻ താമര അടയാളത്തിൽ നിങ്ങൾ എല്ലാവരും വോട്ട് ചെയ്യണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അതേപോലെ പ്രിയമുള്ളവർ, ഒരു കാര്യം കൂടി സൂചിപ്പിക്കുന്നു. ഈ സമയത്ത് ഓൾ കേരള ഫോട്ടോഗ്രാഫ് അസോസിയേഷന് വേണ്ടി നമ്മുടെ ബാസ്തി സ്റ്റുഡിയോയിലെ ഔദാര്യനെ ക്ഷണിക്കുകയാണ്. കോടമ്പാക്കത്ത് വെച്ച് മുൻപ് കുഷ്പൂറുള്ള ഫോട്ടോ എടുത്ത് ഇന്നും വീട്ടിൽ സൂക്ഷിച്ചിട്ടുള്ളതാണ് ഈ അവസരം നിർബന്ധമായി വേണമെന്ന് പറഞ്ഞു. അറിയാലോ, നമ്മുടെ ഹരിപ്പാടിന്റെ എല്ലാവരുടെയും ചിത്രങ്ങൾ പകർത്തിലുള്ള ഔദാര്യനെ വളരെ അധികം ഇന്ത്യയുടെ കൺവീനർ, ലീഗൽ സെൽ കൺവീനർ കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് ശ്രീകുമാർ സാറിനെ ക്ഷണിക്കുന്നു. റോട്ടറി ക്ലബിന് വേണ്ടി ഡോക്ടർ പ്രകാശ് സാറിനെ വളരെ ആഗ്രഹപൂർവ്വം ക്ഷണിക്കുന്നു. നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു കാര്യം കൂടി വെക്കുകയാണ്. ഈ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ KC വേണുഗോപാലിന് കിട്ടിയത് 48,466 വോട്ട്. നമുക്ക് കിട്ടിയത് 47,121 വോട്ട്. വെറും 1,345 വോട്ടിന്റെ വ്യത്യാസമായിരുന്നു ഉണ്ടായിരുന്നത്. പോലീസ് ഇന്റലിജൻസ് റിപ്പോർട്ട് അനുസരിച്ച് സന്ദീപ്ജിക്ക് 52 മുതൽ 57,000 വോട്ട് വരെയും രമേശ് ചെന്നിത്തലയ്ക്ക് 55 മുതൽ 56 വരെ വോട്ടിന്റെ വ്യത്യാസം. ഈ ഇരിക്കുന്ന ആൾക്കാർക്ക് ഏതാണ്ട് 50 വോട്ട് മിനിമം ക്യാച്ച് ചെയ്യാൻ സാധിക്കുന്ന ഒരു ടീമാണ് ഇവരിക്കുന്നത്. ക്രീം ടീമാണ്. ഇപ്പൊ 150 ആൾക്കാരുണ്ട്. നമ്മൾ വിചാരിച്ചാൽ 7,500 വോട്ട് അധികമായി പിടിക്കാൻ സാധിക്കും. ഈ ഒരു ടീം വിചാരിച്ചാൽ 7,500 വോട്ട് അധികമായി പിടിക്കാൻ സാധിക്കും. അപ്പൊ പോലീസ് ഇന്റലിജൻസ് റിപ്പോർട്ടിനെയും കവർ ചെയ്തുകൊണ്ട് 60,000 മുകളിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും.
അത് എത്തിക്കണ്ടേ? സഹായിക്കുമോ? എത്തിക്കണം. നമ്മൾ ഒരു ടീമായി BDJസിനെ സ്വീകരിക്കാൻ വേണ്ടി ശ്രീ മോഹൻ ചേട്ടൻ മണ്ഡലം പ്രസിഡന്റാണ്, അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നത്. ഈ യോഗത്തിന് നന്ദി പറയാൻ വേണ്ടി സുമേഷ് ജിയെ ക്ഷണിക്കുന്നു. ഹരിപ്പാട് മണ്ഡലം കമ്മിറ്റിയുടെ അധ്യക്ഷൻ കൂടിയാണ് അദ്ദേഹം. ഈ വൈകിയ വേളയിൽ നമുക്ക് നമ്മളോട് സംവദിച്ച സന്ദീപ് വനസ്പതി പുഷ്പ മേഡം നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നും പറഞ്ഞു കഴിഞ്ഞു. അപ്പം അധികം സംസാരിക്കുന്നതിന് ഈ യോഗത്തിലെത്തിയ എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.